ഇടുക്കി തൊടുപുഴയിലെ ബിജു കൊലപാതകത്തിൽ നിർണായക തെളിവായി ഒന്നാം പ്രതി ജോമോന്റെ കോൾ റെക്കോർഡ്. ദൃശ്യം 4 നടത്തിയെന്ന് ജോമോൻ പലരെയും വിളിച്ചു പറഞ്ഞുവെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനയും പോലീസ് നൽകും. കേസിലെ ഒന്നാം പ്രതിയായ ജോമോന്റെ ഫോണിൽ വിശദമായി നടത്തിയ പരിശോധനയിലാണ് നിർണായക കോൾ റെക്കോർഡുകൾ പോലീസ് കണ്ടെത്തിയത്. കൊലപാതകത്തിന് ശേഷം ജോമോൻ പലരെയും വിളിച്ചിരുന്നു. ദൃശ്യം 4 നടപ്പാക്കിയെന്നാണ് ഫോണിൽ വിളിച്ചവരോട് ജോമോൻ പറഞ്ഞത്. ഫോണിൽ നിന്നും ശേഖരിച്ച കോൾ റെക്കോർഡുകളുടെ ആധികാരികത പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിനായി വോയിസ് ടെസ്റ്റ് നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ ആളുകൾക്ക് വിവരമുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. ഇതോടൊപ്പം ജോമോന്റെ ഭാര്യയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്നും പോലീസ് സൂചനകൾ നൽകുന്നു. കൊലപാതക ശേഷം ബിജുവിന്റെ മൃതദേഹം ആദ്യം എത്തിച്ചത് ജോമോന്റെ വീട്ടിലാണ്. ഈ സമയത്ത് ഭാര്യ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് മറ്റു പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകലിനെ സംബന്ധിച്ച് കൃത്യമായ അറിവ് ജോമോന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഇതിനിടെ ജോമോൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകി. കസ്റ്റഡി അപേക്ഷ കോടതി നാളത്തേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ചുങ്കം സ്വദേശിയായ ബിജുവിനെ ബിസിനസ് പങ്കാളിയായിരുന്ന ജോമോനും സുഹൃത്ത് ജോമിനും കൊട്ടേഷൻ സംഘാംഗങ്ങളായ മുഹമ്മദ് അസ്ലം, ആഷിഖ് ജോൺസൺ എന്നിവരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. ശേഷം മൃതദേഹം കലയന്താനിയിലെ കേറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിൽ തള്ളുകയായിരുന്നു. കാപ്പ കേസ് പ്രതിയായ ആഷിഖ് ജോൺസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ജനം, ഇടുക്കി.